പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ കുറിച്ച് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. 5 മണിക്കാണ് ജയിൽ അധികൃതർ പ്രതി ചാടിപ്പോയെന്ന വിവരം അറിയുന്നത്. എന്നാൽ 7 മണിക്കാണ് പോലീസ് ഈ വിവരം അറിയുന്നതെന്നും നാട്ടുകാർ നടത്തിയ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് പ്രിയപ്പെട്ടവർ ജയിലിൽ ഉണ്ടെന്നും ഉറപ്പാണെന്നും ഗോവിന്ദചാമി ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷപ്പെടാൻ എത്രയോ ദിവസം കൊണ്ട് അയാൾ ശ്രമിച്ചിട്ടുണ്ടാവാം, ദിവസങ്ങളെടുത്തായിരിക്കാം ഈ കമ്പികളെല്ലാം മുറിച്ചിട്ടുണ്ടാവുക എന്നടക്കമുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ പറഞ്ഞു. ജയിൽ ചട്ടങ്ങളിൽ ഉള്ളതാണ് നീളമുള്ള തുണികളോ വസ്തുക്കളോ നൽകാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അത്രയും നീളമുള്ള തുണി ഉപയോഗിച്ച് അയാൾ എങ്ങനെ പുറത്തു ചാടി എന്നൊരു ചോദ്യമാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. പ്രതികളാണ് ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷം ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓരോ സംഭവങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ സംശയങ്ങളും ഓരോ സംഭവങ്ങളിലൂടെ പുറത്തു വരികയാണ്, തെളിയിക്കുകയാണ് എന്ന് വി ഡി സതീശൻ പറയുകയുണ്ടായി. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന കാര്യവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം വളരെയധികം വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിൽ അധികൃതർ ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉടനടി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഈ വരും മണിക്കൂറിൽ അത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഈ പോലീസ് സേന അല്ലെങ്കിൽ കണ്ണൂർ SP പുറത്തുവിടും. അതേസമയം തന്നെ ഈ തുടക്കം മുതൽ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒരു ദുരൂഹത നിലനിന്നിരുന്നു. അത് പ്രധാനപ്പെട്ട 1:15 ജയിൽ ചാടിയിരുന്നു ഗോവിന്ദചാമി. എന്നാൽ ജയിൽ അധികൃതർ അറിഞ്ഞത് 5 മണിയോടെ. അതും കഴിഞ്ഞ് 7:10ഓടെയായിരുന്നു ലോക്കൽ പോലീസ് ഈ പരിശോധന അല്ലെങ്കിൽ ഈ കാര്യം അറിയുന്നതും പരിശോധന ശക്തമാക്കുന്നതും. അതുപോലെ തന്നെ ഈ ഒരു കൈ മാത്രമുള്ള ഗോവിന്ദചാമി 7.5 മീറ്റർ ഉയരത്തിലുള്ള ഈ ജയിലിലെ മതിൽ എങ്ങനെ മറികടന്നു, അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ ഈ ജയിലിലെ കമ്പി മുറിക്കാൻ ഏത് രീതിയിൽ ആര് സഹായിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തുടക്കം മുതൽ ഒരു ദുരൂഹത നിലനിന്നിരുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് ജയിൽ അധികൃതർ കടക്കുന്നത്. ഈ കണ്ണൂർ DIG ആണ് ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ സസ്പെൻഡ് ചെയ്ത 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ചോദ്യം ചെയ്യുകയായിരിക്കും. അതിലേക്ക് കടക്കുകയായിരിക്കും ഈ DIG നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. ഈ നിലവിൽ പിടികൂടിയ ഗോവിന്ദചാമിയെ ഇപ്പോൾ ഈ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലാണുള്ളത്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസിൽ ഈ ഗോവിന്ദചാമിയെ ഹാജരാക്കും, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തും അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. പിന്നെയുള്ള തുടർന്നുള്ള നടപടി വ്യക്തമായ ചോദ്യം ചെയ്യലിലേക്ക് ഈ DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം കടക്കുക. എന്തായാലും ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 10 മണിക്കൂറിന് ശേഷം ഈ പിടികൂടിയത് ഈ ആഭ്യന്തര വകുപ്പിനും അതുപോലെ തന്നെ സർക്കാരിനും ഒരു വലിയ ആശ്വാസമാണെങ്കിലും സംസ്ഥാനത്തെ നിരവധി കുറ്റവാളികൾ നിൽക്കുന്ന മറ്റു ജയിലിലെ സുരക്ഷ ഏതെല്ലാം രീതിയിലാണ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നത് പൊതുസമൂഹത്തിന് അറിയാനുള്ള ഒരു അവകാശം കൂടി ഉണ്ട്. പ്രധാനപ്പെട്ടും കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ച ഈ ഗോവിന്ദചാമി ബന്ധപ്പെട്ട് ഈ ഇരയുടെ അമ്മ കേരള വിഷൻ ന്യൂസിനോട് പ്രധാനമായി പങ്കുവച്ചിരുന്നു. ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ആര് സഹായിച്ചോ അത് പുറം ലോകം അറിയണം. ഈ വ്യക്തമായ അല്ലെങ്കിൽ ആസൂത്രിതമായ ജയിൽ ചാട്ടമാണ് നടന്നതെന്ന് ഇപ്പോൾ ആ ഇരയുടെ അമ്മ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നാണോ അല്ലെങ്കിൽ അകത്തു നിന്നാണോ ഒരു സഹായം ലഭിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കണ്ണൂർ DIG ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്നത്. അതിന് ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ സസ്പെൻഡ് ചെയ്ത 4 പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയായിരിക്കും. എന്തായാലും തുടർ നടപടി എന്ന രീതിയിലേക്ക് ജയിൽ അധികൃതർ കടന്നിരിക്കുന്നു. 4 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ 20
20 ദിവസത്തെ ആസൂത്രണം നടന്നിട്ടുണ്ട് ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ ഈ പ്രധാന ജയിൽ വകുപ്പ് മേധാവി അറിയിച്ചിട്ടുള്ളത്. അത് ഈ പോലീസ് അല്ലെങ്കിൽ ഈ കാവലിൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായി ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങളും CCTV ദൃശ്യങ്ങളടക്കമുള്ള CCTV എല്ലാം അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ അതെല്ലാം എത്രത്തോളം പ്രായോഗികമായി എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനം ഉണ്ടെങ്കിലും ഈ 7.5 മീറ്റർ ഉയരത്തിലുള്ള ഈ മതിൽ എങ്ങനെ മറികടന്നു എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അതിന്റെ അടിസ്ഥാനത്തിലേക്കാണ് ഇനി പോലീസ് സംഘം അല്ലെങ്കിൽ കണ്ണൂർ DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കാൻ ഒതുങ്ങുന്നത്. എന്തായാലും 20 ദിവസത്തെ ആസൂത്രണമാണ് ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയ നിഗമനം. എന്തായാലും 4 ഉദ്യോഗസ്ഥരെ നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സെല്ലിലെ സുരക്ഷയ്ക്കായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ DIGയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇനി 20 ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഇതുപോലെ ഒരു ജയിൽ ചാട്ടം നടത്തിയിട്ടുള്ളത്. അതും ജയിൽ DIG ഇപ്പോൾ ജയിൽ DGP സന്ദർശിക്കുന്ന ദിവസം തന്നെ ഇതുപോലത്തെ ഒരു ദിവസം തെരഞ്ഞെടുപ്പിലും ഒരു ദുരൂഹത നിലനിൽക്കുന്നു. ഇതിലെല്ലാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കും. ഇപ്പോൾ കണ്ണൂർ ട്രെയിനിങ് ക്യാമ്പിലുള്ള ഗോവിന്ദചാമിയെ അല്പസമയത്തിനകം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും. അവിടെ ആയിരിക്കും കേസ് രജിസ്റ്റർ ചെയ്ത. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നതും കൂടുതൽ വിശദാംശങ്ങൾ ഈ പ്രതിയിൽ നിന്നും അല്ലെങ്കിൽ കൊടും കുറ്റവാളിയിൽ നിന്നും ശേഖരിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും ഇതൊരു വലിയൊരു ആശ്വാസമായ വാർത്തയാണെങ്കിലും സംസ്ഥാനത്തെ നിരവധി കുറ്റവാളികൾ അതും കൊടും കുറ്റവാളികൾ നിൽക്കുന്ന വിവിധ ജയിലിലെ സുരക്ഷ എത്രത്തോളം ആണെന്ന് ഒരു ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. അതുപോലെ തന്നെ ഈ ഗോവിന്ദചാമിയെ സഹായിക്കാൻ അല്ലെങ്കിൽ സഹായിച്ചത് ആര് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലാണ് ഗോവിന്ദചാമി ചാടിയത് എന്നുള്ള കാര്യത്തിനും ഒരു ഉത്തരം പൊതുസമൂഹത്തിന് കിട്ടേണ്ടതുണ്ട്. തീർച്ചയായും രാജേഷ്, ഈ ഒരു വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ വിധേയമായി ഈ ഒരു 4 പോലീസ് ഓഫീസർക്ക് അല്ലെങ്കിൽ പോലീസ്